ജിയാങ്സുയിലെ യാങ്ഷോ സിറ്റിയിൽ ഒരു 8 വയസ്സുകാരി 1 മാസത്തോളം ജീവനുള്ള വിരകളെ ഛർദ്ദിച്ചു. വിരശല്യം കുട്ടികളിൽ സാധാരണ കണ്ടുവരാറുള്ള ഒരു കാര്യമാണെങ്കിലും ഇങ്ങനെയൊരു അസാധാരണ സംഭവം പെൺകുട്ടിയെയും മാതാപിതാക്കളെയും വല്ലാതെ കുഴക്കി. പല ഡോക്ടർമാരെ കണ്ടിട്ടും യാതൊരു മാറ്റവും ഉണ്ടായില്ല. കാരണമറിയാതെ എല്ലാവരും ഭയന്നു. വീട്ടിലെ മറ്റാർക്കും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായതുമില്ല. ഒടുവിൽ കാരണം കണ്ടെത്തിയപ്പോൾ വീട്ടുകാർ ഞെട്ടി. വീടിന് സമീപത്തുള്ള വെള്ളത്തിൽ നിന്നുള്ള ഡ്രെയിൻ ഈച്ചയുടെ ലാർവകളായിരുന്നു കുട്ടിയുടെ വിരശല്യത്തിന് കാരണം. വീടുകളിലെ ഡ്രൈനേജുകളിലും കുളിമുറികളും അടുക്കളയും ഉൾപ്പെടെയുള്ള ഇരുണ്ട ഈർപ്പമുള്ള സ്ഥലങ്ങളിലുമാണ് മോത്തീച്ച എന്നറിയപ്പെടുന്ന ഡ്രെയിൻ ഈച്ചയെ സാധാരണയായി കണ്ടുവരുന്നത്. വീട്ടിൽ ചെറുതും അവ്യക്തവുമായ പ്രാണികളുടെ സാന്നിധ്യം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ അവ ആരോഗ്യത്തിന് ഇത്രയേറെ അപകടമുണ്ടാക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. മലിനമായ വെള്ളവുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് വിരകൾ പ്രവേശിച്ചത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജിയാങ്സുയിലെ സൂജു സർവകലാശാല ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധനാണ് വിരയുടെ ഉറവിടം കണ്ടെത്തിയത്. ലാർവകൾ രക്തത്തിലൂടെ രോഗം പടർത്തുമെന്ന് കണ്ടെത്തിയിട്ടില്ല. എന്നാൽ മനുഷ്യന്റെ ദഹനനാളത്തിലെ അവയുടെ സാന്നിധ്യം ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഡ്രെയിൻ ഈച്ചകളെ വെറും കൈകൾ കൊണ്ട് അടിച്ചു കൊല്ലുന്നതിനെതിരെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവ വഹിക്കുന്ന ബാക്ടീരിയകൾ കണ്ണുകളിലൂടെയോ വായയിലൂടെയോ മനുഷ്യരിലേക്ക് പടരാം. ഉപ്പും ബേക്കിംഗ് സോഡയും കലർത്തിയ തിളച്ച വെള്ളം ഡ്രെയിനുകളിൽ ഒഴിച്ച ലാർവകളെ ഇല്ലാതാക്കാനാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. അടുക്കളയും കുളിമുറിയുമെല്ലാം വൃത്തിയുള്ളതും വരണ്ടതുമായി നിലനിർത്തേണ്ടതും പ്രധാനമാണ്.